തിരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം ഉണ്ടായ മുഖ്യമന്ത്രി പദവിയെ ചൊല്ലിയുള്ള ചർച്ചകൾക്കിടയിൽ വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കുമെതിരെ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ട സംഭവം ഗൗരവമായി എടുത്തിരിക്കുകയാണ് ഹൈക്കമാൻഡ്. KPCC നേതൃത്വവും AICCയും ഏറെ പ്രാധാന്യത്തോടെ കാണുന്ന വയനാട് മണ്ണിൽ ഗാന്ധി കുടുംബത്തിലെ ഏറ്റവും പ്രമുഖരായ രണ്ട് നേതാക്കൾക്കെതിരെ ഇത്തരമൊരു നീക്കമുണ്ടായത് കോൺഗ്രസ് ഹൈക്കമാൻഡ് അതീവ ഗൗരവത്തോടെയാണ് എടുത്തിരിക്കുന്നത്. കോൺഗ്രസ് നേതാക്കൾ മുഖ്യമന്ത്രി സ്ഥാനം ലക്ഷ്യമിട്ട് നടത്തിയ ചതുരംഗ കളിയുടെ ഭാഗമായാണ് ഈ പോസ്റ്റർ വിവാദമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ പ്രാഥമിക വിലയിരുത്തൽ. നിലവിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടതിൽ പരസ്പരം സംശയിക്കുകയാണ് KC വിഭാഗവും സതീശൻ അനുകൂലികളും. വയനാട്ടിലെ വിവിധ ഭാഗങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട ഈ വിവാദ പോസ്റ്ററുകൾക്ക് പിന്നിൽ കൃത്യമായ രാഷ്ട്രീയ ആസൂത്രണം നടന്നിട്ടുണ്ടെന്നാണ് ഹൈക്കമാൻഡിന്റെ വിലയിരുത്തൽ. ഏതെങ്കിലും ഒരു വ്യക്തി വികാര വിക്ഷോഭത്തിന്റെ പുറത്ത് ചെയ്ത ഒരൊറ്റപ്പെട്ട സംഭവമല്ല ഇതെന്നും പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര തർക്കങ്ങൾ മുതലെടുത്ത് ഗാന്ധി കുടുംബത്തിന്റെ വിശ്വാസ്യതയ്ക്ക് കളങ്കം വരുത്താൻ ബോധപൂർവമായ ശ്രമം അണിയറയിൽ നടന്നിട്ടുണ്ടെന്നും കോൺഗ്രസ് നേതൃത്വം ഉറച്ചു വിശ്വസിക്കുന്നു. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലും സംഘടനാ കാര്യങ്ങളിലും വയനാടിന് കോൺഗ്രസ് നൽകുന്ന വലിയ പ്രാധാന്യത്തെ തകർക്കുക എന്ന ലക്ഷ്യവും ഇതിന് പിന്നിലുണ്ട്. സംഭവം വിവാദമായതോടെ KPCC വർക്കിംഗ് പ്രസിഡന്റും കൽപ്പറ്റ MLAയുമായ T സിദ്ദിഖ് നൽകിയ ഔദ്യോഗിക പരാതിയുടെ അടിസ്ഥാനത്തിൽ കൽപ്പറ്റ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചും പ്രാദേശിക കോൺഗ്രസ് പ്രവർത്തകരുടെ മൊഴികൾ രേഖപ്പെടുത്തിയുമാണ് പോലീസ് അന്വേഷണം മുന്നോട്ടു പോകുന്നത്. ഈ സംഭവത്തിന്റെ ഏറ്റവും നിർണായകമായ വശം പോസ്റ്ററുകൾ പതിച്ചതിന് പിന്നിൽ ആരാണെന്നതിനെ ചൊല്ലി കോൺഗ്രസിനുള്ളിൽ തന്നെ ഉണ്ടായിരിക്കുന്ന കടുത്ത സംശയങ്ങളാണ്. പാർട്ടിയിലെ രണ്ട് ശക്തമായ ഗ്രൂപ്പുകളായ KC വേണുഗോപാൽ വിഭാഗവും VD സതീശനെ അനുകൂലിക്കുന്ന വിഭാഗവും ഈ സംഭവത്തിൽ പരസ്പരം സംശയമുനയോടെയാണ് നോക്കിക്കാണുന്നത്. സംസ്ഥാനത്ത് മുഖ്യമന്ത്രി കസേര ലക്ഷ്യമിട്ട് നേതാക്കൾ തമ്മിൽ പരോക്ഷമായി യുദ്ധം നടക്കുന്നുണ്ടെന്നത് പരസ്യമായ രഹസ്യമായിരുന്നു. ഹൈക്കമാൻഡിലുള്ള സ്വാധീനം ഉപയോഗിച്ച് KC വേണുഗോപാൽ മുഖ്യമന്ത്രി പദത്തിലേക്ക് വരാൻ ശ്രമിക്കുന്നു എന്ന വാർത്തകൾ ശക്തമായിരുന്ന സാഹചര്യത്തിൽ VD സതീശൻ അനുകൂലികളും മറുവിഭാഗവും തമ്മിൽ കടുത്ത മത്സരമാണ് നിലനിന്നിരുന്നത്. ഈ പശ്ചാത്തലത്തിൽ ഗാന്ധി കുടുംബത്തിന് വയനാട്ടിൽ തിരിച്ചടി ഉണ്ടാകുമെന്ന തരത്തിലുള്ള പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത് തങ്ങളുടെ എതിർവിഭാഗം തങ്ങളെ കെണിയിൽപ്പെടുത്താൻ മനഃപൂർവ്വം ചെയ്തതാണെന്നാണ് ഇരുവിഭാഗവും ആരോപിക്കുന്നത്. KC വിഭാഗത്തെ അപകീർത്തിപ്പെടുത്താൻ സതീശൻ അനുകൂലികൾ ചെയ്ത് നാടകമാണിതെന്ന് ഒരു വശത്ത് ആരോപണമുയരുമ്പോൾ സതീശന്റെ സാധ്യതകൾ ഇല്ലാതാക്കാൻ മറുവിഭാഗം തന്നെയാണ് ഇതിന് പിന്നിലെന്ന ആരോപണവും ശക്തമായിരുന്നു. തുടർന്ന് 9 ദിവസത്തെ ചർച്ചയ്ക്കൊടുവിൽ 10-ാം നാൾ ഹൈക്കമാൻഡ് VD സതീശനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിക്കുകയായിരുന്നു. എന്നാൽ ഈ പ്രഖ്യാപനത്തിന് തൊട്ടു മുൻപ് വരെ പാർട്ടിക്കുള്ളിൽ പുകഞ്ഞ പ്രശ്നങ്ങളുടെ പ്രതിഫലനമാണ് വയനാട്ടിലെ ഈ പോസ്റ്റർ വിവാദം. ഇതോടെ പാർട്ടിയുടെ ഉന്നത നേതാക്കൾക്കെതിരെ സ്വന്തം കോട്ടയിൽ നിന്ന് തന്നെ ഇത്തരമൊരു വെല്ലുവിളി ഉണ്ടായത് ഒരു തരത്തിലും വെച്ചുപുറപ്പിക്കാൻ കഴിയില്ലെന്ന കർശന നിലപാടിലാണ് ഹൈക്കമാൻഡ്. പുതിയ മന്ത്രിയായി VD സതീശൻ തിരഞ്ഞെടുക്കപ്പെടുകയും സർക്കാർ രൂപീകരണ നടപടികളിലേക്ക് കടക്കുകയും ചെയ്യുമ്പോഴും ഈ പോസ്റ്റർ വിവാദത്തിന് പിന്നിലെ യഥാർത്ഥ കുറ്റവാളികളെ കണ്ടെത്തുക എന്നത് പുതിയ നേതൃത്വത്തിന് മുന്നിലെ വലിയൊരു വെല്ലുവിളിയാണ്.